ഹലോ, അസ്സലാമു അലൈക്കും മക്കളെ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അടുക്കളയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതായത് അതിനായിട്ട് നമ്മൾ എല്ലാവരുടെ വീട്ടിലും കടുക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു താരം വെച്ചിട്ടാണ് നമ്മൾ ഒരു ടിപ്സ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് നമ്മൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കല്ലുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കല്ലുപ്പും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. കല്ലുപ്പ് തന്നെ വേണം, സാധാ ഉപ്പ് കൂട്ടിയാൽ ശരിയാവില്ല. അപ്പോൾ കല്ലുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കല്ലുപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കംഫർട്ട് ഉണ്ടെങ്കിൽ അതല്ല നമ്മൾ സോപ്പിന് ഉപയോഗിക്കണം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ സോപ്പിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ഉള്ളതുകൊണ്ട് നമ്മൾ അതാണ് ആഡ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ ഇതന്നെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നില്ല. നിങ്ങളുടെ കയ്യിൽ നല്ല മണമുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ കയ്യിൽ നല്ല കാലിയായിട്ടുള്ള വല്ല ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക. ഞാൻ ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് മൂടി വെക്കുക. എന്നിട്ട് നമ്മൾ ആ മൂടിക്ക് ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കത്തി ചൂടാക്കാൻ വെച്ചിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഹോളുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹോൾ ഇട്ട് കൊടുക്കുന്നത് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് ഈ ഒരു സ്മെല്ല് പുറത്തേക്ക് വരാൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഹോളുകൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കത്തി ചൂടാക്കിയിട്ട് കുറേ ഹോളുകൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുക്കളയിൽ ബാഡ് സ്മെല്ലൊക്കെ വരുന്ന ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ, അടുക്കള അതുപോലെ തന്നെ പാത്രം കഴുകണ ആ ഭാഗത്തൊക്കെ ബാഡ് സ്മെല്ലുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യുക, ഇതിങ്ങനെ ഹോളാക്കിയതിന് ശേഷം നമുക്ക് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ കൊണ്ടുവെക്കാം. അപ്പോൾ ഞാനിവിടെ അങ്ങനെ സാധനങ്ങൾ, അതായത് കടുക്, പയർ അങ്ങനെയുള്ള ഇതൊക്കെ വെക്കുന്ന ഒരു റാക്ക് പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ കൊണ്ടുവച്ചിട്ടുള്ളത്. കാരണം നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴാണെങ്കിലും നല്ല സ്മെല്ല് അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞത്, നമ്മളുടെ മിക്സിയുടെ ജാറ് എല്ലാവരും യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതിൻ്റെ ചില സമയത്ത് ഇതിൻ്റെ ബ്ലേഡിനൊക്കെ മൂർച്ച നല്ല കുറയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് അരച്ചു കഴിഞ്ഞാലൊന്നും ചിലപ്പോൾ അരയാത്ത പോലെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൽ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ പുതിയ മിക്സി പോലെ നമുക്ക് കിട്ടും. നല്ല മൂർച്ചയും ഉണ്ടാവും, ആ ബ്ലേഡിന് നല്ല മൂർച്ച ഉണ്ടാവും. പുതിയൊരു മിക്സി പോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ കല്ലുപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സിയുടെ ജാറൊന്ന് ഓണാക്കി കറക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മൂർച്ച തന്നെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ മിക്സി അങ്ങനെ കഴുകിയിട്ട് അങ്ങനെ മൂടി വെക്കുമല്ലോ, അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു ബാഡ് സ്മെല്ലുണ്ടാവും. ആ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ചായപ്പൊടി കൂടെ ആഡ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഓൾറെഡി നമ്മളിതിൽ കല്ലുപ്പിട്ടിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല മൂർച്ച കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് തന്നെ അത് കളയാണ്ട് അതിലേക്ക് തന്നെ കുറച്ച് ചായപ്പൊടിയും ഇളം ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ ഒരു 10-15 മിനിറ്റ് നമ്മളതങ്ങനെ മൂടി വെക്കുക. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് എടുത്ത് കളഞ്ഞ് കഴിഞ്ഞിട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബാഡ് സ്മെല്ലും അടിക്കില്ല. അപ്പോൾ അതാണ് രണ്ടാമത്തെ ടിപ്പ്. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞത് വാസ്ലിൻ ഇല്ലാത്ത വീട് അപൂർവം ഉണ്ടാവുള്ളൂ. വാസ്ലിൻ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് വാസ്ലിൻ കൊണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിൽ ചീർപ്പുണ്ടാവും, അങ്ങനെ ചെളിയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുള്ള ചീർപ്പ്, ഒരുപാട് ചെളി പറ്റി പിടിച്ചിട്ടുള്ള ചീർപ്പുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാസ്ലിൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതേപോലെ ചീർപ്പിൻ്റെ മുകളിൽ പരട്ടിയിട്ട് നന്നായിട്ട് മറ്റേ ഭാഗവും എല്ലാ ഭാഗത്തും ഇത് നന്നായി പരട്ടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ട് ഇത് നന്നായിട്ട് ഈ ഒരു വാസ്ലിന് തുടച്ച് കളയുന്നതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ മുകളിലുള്ള ചെളികളൊക്കെ നന്നായിട്ട് പോരും. നല്ല നമ്മളുള്ള ശക്തിയൊന്നും കൊടുത്ത് തുടക്കമൊന്നും വേണ്ട. നമ്മൾ അതിൻ്റെ മുകളിൽ തേച്ചിട്ടുള്ള വാസ്ലിൻ പോവാവുന്ന രീതിയിലും മതി നമ്മളത് തുടച്ചെടുക്കൽ. അപ്പം തന്നെ നമ്മുടെ ചീർപ്പ് നല്ല ചീർപ്പും നല്ല കാണാൻ നല്ല വൃത്തിയുള്ളൊരു ചീർപ്പായിട്ട് നമുക്ക് കിട്ടും.
അതുപോലെ തന്നെ വാസലിൻ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ചുണ്ട് പൊട്ടണതിന് വാസലിൻ തേക്കണവരുണ്ട്, കാല് വിണ്ട് കീറുമ്പോൾ വാസലിൻ പരട്ടുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെയുള്ള ഗ്ലാസ് ഉണ്ടല്ലോ, നമ്മൾ കൈ കഴുകണതിൻ്റെ അവിടെ ഗ്ലാസ് വെക്കുമല്ലോ, ആ ഗ്ലാസിൻ്റെ മുകളിൽ ഇതേപോലെ ഇങ്ങനെ പരട്ടി കൊടുത്തിട്ട് ഒരു കോട്ടൻ്റെ തുണി കൊണ്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പുത്തൻ പുതിയ പോലെ ഉള്ള ഗ്ലാസ് നമുക്ക് കിട്ടും. ഇത് വാഷ് ബേസിൻ്റെ അവിടെ തുടക്കാനും അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ മുകളിൽ രണ്ട് സൈഡിൽ മിററൊക്കെ ഉണ്ടാവുമല്ലോ, ആ മിററിൻ്റെ മുകളിൽ ഈ വാസലിന് പരട്ടി കൊടുത്തിട്ട് നമ്മളിങ്ങനെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലാസ് നല്ല ഫിനിഷിങ്ങോട് കൂടെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വാസലിൻ നമുക്ക് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാസലിൻ വെച്ചിട്ട് നമ്മുടെ ഗ്ലാസ്, അതായത് നമ്മുടെ സ്റ്റൗ ഉണ്ടല്ലോ, ഗ്യാസ് അടുപ്പ് സ്റ്റൗവ്, അവിടെ ഒക്കെ ക്ലീൻ ചെയ്താൽ നല്ല കണ്ണാടി പോലെ തിളങ്ങും. അപ്പോൾ പല ഉപകാരങ്ങളും ഉണ്ട് വാസലിൻ കൊണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടിപ്സ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടിപ്സുകളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലാണ് അതിന് ടിപ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.